അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസ്റ്റിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിർത്താം. അതായത് ഇപ്പോൾ നമ്മൾ 369 ഒരു മെത്തേഡാണ് നോക്കാൻ പോണത്. 369 മെത്തേഡ് കുറച്ച് നമ്പറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് നാളായി എഴുതി വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എഴുതി നോക്കിയതാണ്. കണ്ടില്ലേ? ഇപ്പോൾ ഈ 369 പോലെ തന്നെ 369 പോലെ തന്നെ ഒരു നമ്പറാണ് 147258. അതായത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 1 2 3 4 5 6 7 8 9. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 369 അതേപോലത്തെ ഒരു നമ്പറാണ് ഇത്. അതായത് 2 5 8 എന്ന് പറയുമ്പോൾ 8 9 15 ആണ്. കണ്ട 15 എന്ന് പറയുമ്പോൾ 5 1 6ൻ്റെ നമ്പറാണത്. അതേപോലെ 7 4 1 കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടുക. 12 എന്ന് പറയുമ്പോൾ 1 2 3 അപ്പോൾ കണ്ടില്ലേ 369. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു നമ്പറുകൾ 369ൻ്റെ വേറൊരു 6ൻ്റെ വെർഷനാണിത്. ഇത് 6ൻ്റെ നമ്പറാണ് 2 5 8. 3ൻ്റെ നമ്പറുകളാണ് 1 4 7. അതുപോലെ എന്തെന്ന് പറയുക 9ൻ്റെ നമ്പറാണ് ഈ പറഞ്ഞതുപോലെ 3 6. മനസ്സിലായി? ഇതിലൊരു 0 കൂടിയും വരും. 0 മസ്റ്റാണ്. മനസ്സിലായി? അപ്പോൾ ഈ 4 നമ്പറാണ് ഈ ഇടയിൽ നിന്ന് നമ്മൾ മാറ്റാമെന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇടയിൽ നിന്നൊരു നമ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നമ്പറുകൾ വെച്ച് മാറ്റാൻ പറ്റും. അതിപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇടയിൽ നിന്നൊരു നമ്പർ നമുക്ക് മാറ്റി നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഇത് കണ്ടില്ലേ 24 26. ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇപ്പോൾ കാശ് കൊടുക്കണ്ടല്ലോ. ഇതാ 24 26. മനസ്സിലായോ? അപ്പോൾ ഈ നമ്പറുകൾ വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിത്തരാം. അതായത് ഇവിടെ 2 ആണല്ലോ. 2 കഴിഞ്ഞാൽ എത്രയാണ്? 2 കഴിഞ്ഞാൽ 2 5 8 ആണ് ഒരു നമ്പർ. ശരിക്കും അതിൻ്റെ ഒരു ഇത് 3 6 9 1 4 7 ആണ്. അപ്പോൾ 2 കഴിഞ്ഞാൽ 5. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു 5 ഇട്ട് കൊടുക്കുക. അത് ഞാൻ 4 കഴിഞ്ഞാൽ ഇവിടെ 7 ആണ്. മനസ്സിലായി? ഇതൊരു സെറ്റാണ്. ഈ ഒരു നമ്പർ ഒരു സെറ്റാണ്, ഈ ഒരു നമ്പർ ഒരു സെറ്റാണ്, ഈ ഒരു നമ്പർ സെറ്റാണ്. അപ്പോൾ അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 4 കഴിഞ്ഞാൽ ഇവിടെ 7 ആണ്. ഓക്കെ, അടുത്തത് 2 തന്നെയാണ്. 2 കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വരുന്നത് 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ 5 ഇട്ടു. 6 കഴിഞ്ഞാൽ ഇവിടെ 9 ആണ്. അപ്പോൾ നമുക്കിവിടെ 9 ഇടാം. വേണ്ട, ഇങ്ങനെ നമുക്ക് പണ്ട് ഞാൻ 9ൻ്റെ ഒരു മെത്തേഡ് പറയാറില്ലേ? 9 ആവാൻ എത്ര നമ്പർ വേണം, അല്ലെങ്കിൽ എങ്ങനെ നമ്പർ വേണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഈ നമ്പറുകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു നമ്പറിനെ ഇങ്ങനെ മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. അത് 57 59 ഒരു നമ്പർ കിട്ടി എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ നമ്പറിലും പോയി ഇങ്ങനെ മാറ്റാൻ നിൽക്കണ്ട. മനസ്സിലായി? എല്ലാ നമ്പറിലും പോയിട്ട് ഇങ്ങനെ മാറ്റുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ നമ്പറിലും മാറ്റാനും പറ്റില്ല. ഇപ്പോൾ 24 20 എന്ന് പറയുമ്പോൾ 2 4 6 8ൻ്റെ നമ്പറാണ്. 8ൻ്റെ നമ്പറിൽ അങ്ങനെ മാറ്റണ്ട. ഓക്കെ, 8ൻ്റെ നമ്പറിൽ അങ്ങനെ മാറ്റണ്ട. അതായത് നമ്മൾ ഈ 3 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 3 6 9ൻ്റെ നമ്പറുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്പറുകളിൽ നമുക്ക് മാറ്റാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും നമുക്ക് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. 3 6 9ൻ്റെ നമ്പറിൽ ഇപ്പോൾ 3 6 9 നമ്പറിൽ നോക്കി നോക്കാം. നമുക്ക് ഇത് നോക്കാം. നമുക്ക് 16 22. അതായത് 6 1 7 9. ഈ 3 നമ്പർ 9ൻ്റെ നമ്പറാണല്ലോ. അത് നമുക്ക് കാണിച്ചു തരാം. 16 22 അടിച്ച നമ്പറാണ്. ഈ 3 നമ്പർ കൂട്ടുമ്പോൾ 3 6 9ൻ്റെ നമ്പറിൽ കിട്ടണം. അതായത് 6 1 7 7 9ൻ്റെ നമ്പറാണ് അല്ലേ? 9ൻ്റെ നമ്പറാണ്. അങ്ങനെ വേറെ വല്ല നമ്പർ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഈ 42 61. അതായത് 6 2 8 4 12. 12 എന്ന് പറയുമ്പോൾ 2 1 3ൻ്റെ നമ്പറാണിത്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഇപ്പോൾ 12 97. അതായത് ഇപ്പോൾ 9 1 10 12 3ൻ്റെ നമ്പറാണ്. 5 ഇത് 9ൻ്റെ നമ്പർ. 5 3 8 1 9ൻ്റെ നമ്പർ. ഇങ്ങനെ 3 6 9 കിട്ടുന്ന നമ്പറുകൾ, ഈ 3 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 3 6 9 കിട്ടുന്ന നമ്പറുകളിൽ നമുക്ക് ഈ സംഭവം പയറ്റി നോക്കാം. നമുക്ക് നോക്കാം. 16 22 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 1 കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതിയിട്ടുള്ള എത്രയാണ്? 1 കഴിഞ്ഞാൽ 4. അപ്പോൾ 1 കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ഇട്ടു. 6 കഴിഞ്ഞാൽ എന്തായാലും 9 തന്നെയാണ്. നമ്മളിവിടെ 9 ഇട്ടു. 2 കഴിഞ്ഞാൽ പിന്നെ അറിയാലോ 5 ആണ്. ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 2 കഴിഞ്ഞാൽ 5 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 5 ആണ്. ഇവിടെ എന്തായാലും 2 കഴിഞ്ഞാൽ 5 തന്നെയാണ്. 49 55. മനസ്സിലായില്ലേ? അതായത് 49 55 എന്നുള്ള നമ്പർ ഇതിൽ മുന്നേ അടിച്ച് പോയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ 49 55 മുന്നേ അടിച്ച് പോയിട്ടുണ്ട്. ഈ 49 55 എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ 9 ഇപ്പോൾ 5 4 9 9 18. ഇതിലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് നമ്പർ ഇപ്പോൾ ഇതിൽ തന്നെ നോക്കി ചെയ്യാം. നോക്കിക്കുക നമ്മൾ ഇപ്പോൾ
അത് 4 കഴിഞ്ഞാൽ എത്രയാണ് 7. മനസ്സിലായില്ലേ അല്ലേ? ഇവിടെ 7ആണ്. അതായത് 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 9 കഴിഞ്ഞാൽ എത്ര വരിക 0 വരിക. മനസ്സിലായില്ലേ? 0 കഴിഞ്ഞിട്ടാണ് 3 വരുള്ളൂ കേട്ടോ. ഈ 0 ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇടേണ്ടതാണ്. അപ്പോൾ അതിവിടെ 0 വരിക. 0 കഴിഞ്ഞാൽ ഇവിടെ 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തെങ്കിലും 8 വരിക. അത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും 8 തന്നെയാണ് വരിക. അടുത്തത് 70 88. ഇപ്പോൾ നോക്കിയേ 1 4 7 കണ്ട 2 5 8 2 5 8 6 9 3ൻ്റെ പകരം ഇവിടെ 3ഉം വരാം 0ഉം വരാം. കാരണം ഈ ഒരു ഏരിയയിൽ മാത്രം 4 നമ്പർ നമുക്ക് കിട്ടും. 0 ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിനെ നമുക്ക് വീണ്ടും മാറ്റാം. ഇതിനെ വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 7 കഴിഞ്ഞാൽ വീണ്ടും ഇത് റിട്ടേൺ ഇങ്ങനെയാണ് വരിക. 7 കഴിഞ്ഞാൽ വീണ്ടും റിട്ടേൺ ഇവിടേക്കാണ് വരിക, 1ലേക്കാണ് വരിക. അപ്പോൾ 7 കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ 1 ഇടാം. 0 കഴിഞ്ഞാൽ എന്തായാലും 3ആണ് വരിക. 8 കഴിഞ്ഞാൽ 8 കഴിഞ്ഞാൽ വീണ്ടും റിട്ടേൺ മുകളിലേക്ക് 2ആണ് വരിക. ഇങ്ങനെ നമുക്ക് ഇതിനൊന്ന് മാറ്റാൻ പറ്റും. വീണ്ടും ഇതിലേക്ക് 2 തന്നെ 13 22. ഇങ്ങനൊരു ഇടയിലൊരു നമ്പർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ നമ്പറുകളെ കൊണ്ട് പറ്റും. മനസ്സിലായി? ഇങ്ങനെയുള്ള നമ്പറുകളെ കൊണ്ട് പറ്റും. കാരണം ഇതൊരു 3ആണ്. അതായത് 8ഉം 4ഉം 12. 7 8 4 12 3ആണ്. ഇതൊരു 6ആണ്. ഇതൊരു 9ആണ്. കാരണം 9 18. മനസ്സിലായി? അപ്പോൾ ഈ ഒരു നമ്പർ 6ഉം ഈ ഒരു നമ്പർ 3ഉം ഇതാണ് 9ഉം. അപ്പോൾ ഇതിനെ 3 6 9ൻ്റെ നമ്പറുകളാണ് ഈ കാണുന്ന നമ്പർ. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു സിസ്റ്റം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് ഞാൻ കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ഈ നമ്പറുകളെ കുറിച്ച് പറഞ്ഞു തന്നു മാത്രം. ഇനി അടുത്തത് നമ്മൾ പറയാറുള്ള എന്താ സംഭവം എന്ന് വെച്ചാൽ പ്രൈം നമ്പറുകൾ ഒറ്റയടിക്ക് ചില ആൾക്കാർ വിളിച്ചിട്ട് എനിക്ക് പ്രൈം നമ്പർ നോക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആപ്ലിക്കേഷനൊന്നും ഇല്ലാതെ നമുക്ക് പ്രൈം നമ്പർ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ ഈ നമ്പറുകൾ കൊണ്ട് പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1 3 7 9 വരുന്ന എല്ലാ നമ്പറും പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറുകളിൽ എന്തായാലും 1 3 7 9 വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആയിരിക്കുള്ളൂ. അല്ലാതെ 0 2 4 6 8 0 2 4 6 8 വന്നാൽ ഒരിക്കലും പ്രൈം നമ്പർ ആയിരിക്കില്ല. അപ്പോൾ പ്രൈം നമ്പർ വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും 1 3 7 9 വരണം. എന്നാലല്ലേ ഇത് പ്രൈം നമ്പർ ആവുള്ളൂ. എന്ന് കരുതിയിട്ട് നമുക്കൊരു ടിക്കറ്റ് കണ്ടാൽ 1 3 7 9 എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുമോ? കാരണം ഇത് പ്രൈം നമ്പർ ആവുമോ അത് പ്രൈം നമ്പർ ആവുമോ എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാം എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്കതിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആണോ, അതിൽ ആ നമ്പറിൽ ലാസ്റ്റ് 1 വന്നാലാണോ പ്രൈം നമ്പർ, 3 വന്നാലാണോ പ്രൈം നമ്പർ, 7 വന്നാലാണോ പ്രൈം നമ്പർ, 9 വന്നാലാണോ പ്രൈം നമ്പർ നമുക്ക് നോക്കാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ. പക്ഷേ അതിൽ 2 ചാൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് 1ഉം 7ൻ്റെയും മാത്രം, 3ഉം 9ഉം മാത്രം ഞാൻ ഒരുപാട് നോക്കി കിട്ടുന്നില്ല. കാരണം എല്ലാ നമ്പറുകളിലും 3ഉം 9ഉം എല്ലാ നമ്പറുകളിലും വരുന്നുണ്ട്. അതേസമയം 1ഉം 7ഉം മാത്രം വരുന്ന ഒരേ ഒരു പ്രൈം നമ്പർ അത് ഞാൻ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞുതരാം. ആ നമ്പറുകളാണ് ഈ നമ്പറുകൾ. അതാണ് ഇവിടെ ഞാൻ വട്ടിട്ട് വെച്ചിട്ടുള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 4 10 15 15 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ നമ്പർ അതിനാണ് ഞാൻ തുടക്കം 3 6 9ൻ്റെ മെത്തേഡ് പറഞ്ഞത്. 6 4 10 15 മനസ്സിലായില്ലേ? 15 എന്ന് പറയുമ്പോൾ അതൊരു 6ൻ്റെ നമ്പറാണ്. 5 1 6 ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന രണ്ടൊക്കെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 6ലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അതൊരു 6ൻ്റെ നമ്പറാണ്. അപ്പോൾ 6ൻ്റെ നമ്പറിലും 3ൻ്റെ നമ്പറിലും 9ൻ്റെ നമ്പറുകളിലും മാത്രമാണ് 1ഉം 7ഉം വരുള്ളൂ. മനസ്സിലായില്ലേ? 1ഉം 7ഉം വരുന്നത് 64 51 ലാസ്റ്റ് വന്നത് എത്രയാണ് 1ആണ്. അപ്പോൾ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 15ആണ് കിട്ടിയത്. 15 എന്ന് പറയുമ്പോൾ 5 1ഉം 6ൻ്റെ നമ്പറാണ്. അതേപോലെ 39 97 ലാസ്റ്റ് വന്നത് എത്ര 7ആണ്. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 9 9 18 3 21 21 എന്ന് പറയുമ്പോൾ 2 1ഉം 3ൻ്റെ നമ്പറിലാണ് ലാസ്റ്റ് 7 വന്നത്. അതുപോലെ 0 7 21 0 നമുക്ക് കൂട്ടാൻ പറ്റില്ല. 7 9ൻ്റെ നമ്പറിലാണ് ലാസ്റ്റ് 1 വന്നത്. അപ്പോൾ നമുക്ക് 1ഉം 7ഉം 1 കണ്ട, അതായത് ലാസ്റ്റ് 1ഉം 7ഉം വന്ന നമ്പറുകൾ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഈ നമ്പറുകൾ കൂട്ടിയാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഈ 3 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 3 6 9ൻ്റെ നമ്പർ കിട്ടുകയാണെങ്കിൽ അതിൽ 1 അല്ലെങ്കിൽ 7 വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആവുള്ളൂ. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ 3ന് അവിടെ 3ഉം 9ഉം വന്നാൽ പ്രൈം നമ്പർ ആയിരിക്കില്ല, ആവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം നോക്കിയിട്ട് ഒരു മാസത്തോളം ഞാൻ നോക്കിയിരുന്ന ഒരു മാസമായി, കറക്റ്റ് ഒരു മാസമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആദ്യമായിട്ട് അടിച്ച നമ്പറാണ് ഇതൊക്കെ. അടിച്ച നമ്പറാട്ടാ, ഇതൊക്കെ അടിച്ച് പോയ നമ്പറാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 17 47 ലാസ്റ്റ് 7ആണ് വന്നത്. 17 47 ലാസ്റ്റ് 7ആണ് അടിച്ചത്. അതായത് 7 1 8 4 12ൻ്റെ നമ്പറാണത്. അതായത് 12 1 2 3ൻ്റെ നമ്പറാണത്. മനസ്സിലല്ലേ? അതായത് ഇതാണ് 3ൻ്റെ നമ്പർ. 3ൻ്റെ നമ്പറിൽ ലാസ്റ്റ് 7 അല്ലെങ്കിൽ 1 വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആവുള്ളൂ. അവിടെ 3ഉം 9ഉം വന്നാൽ പ്രൈം നമ്പർ ആയിരിക്കില്ല.
അപ്പോൾ 0 തൊട്ട് 9 വരെയുള്ള നമ്പറുകളിൽ ഇവിടെ ലാസ്റ്റ് ഏത് നമ്പർ വന്നാലാണ് പ്രൈം നമ്പർ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ 3 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എങ്ങനെ 12 കൂട്ടിക്ക് നമുക്ക് 12 കിട്ടുക. അപ്പോൾ 3ൻ്റെ നമ്പറാണെങ്കിൽ ഇവിടെ 7 1 വരുള്ളൂ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെയുള്ള നമ്പറാണ് ഇത്. 6 4 10 18 8 1 9ൻ്റെ നമ്പർ ഇവിടെ 1 അല്ലെങ്കിൽ 7 എന്തായാലും വന്നാലേ പ്രൈം നമ്പർ ആവുള്ളൂ. അവിടെ 3ഉം 9 വന്നാൽ പ്രൈം നമ്പർ ആവില്ല. അതുപോലെ 33 91 15ആണ്. ഇത് 3 കൂട്ടുമ്പോൾ കിട്ടുന്നത് 15ആണ്. 5 1 6ൻ്റെ നമ്പറാണ്. 6ൻ്റെ നമ്പറിൽ ഇവിടെ 1 അല്ലെങ്കിൽ 7 വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആവുള്ളൂ. അങ്ങനെ 1 അല്ലെങ്കിൽ 7 വന്നാൽ മാത്രം പ്രൈം നമ്പർ ആവുന്ന നമ്പറുകളാണ് ഈ കാണുന്ന 3 അക്ക നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 3 6 9 എന്നുള്ള നമ്പറുകൾ കിട്ടണം. മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാൽ 3 6 9ൻ്റെ നമ്പറുകളാണ് ഇത്. അപ്പോൾ നമ്മളൊരു 3 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 15 കിട്ടി. 15 എന്ന് പറയുമ്പോൾ 5 6ൻ്റെ നമ്പറാണ് 15. അതേപോലെ 18 കിട്ടി. അപ്പോൾ ഇതൊരു 8 9ൻ്റെ നമ്പറാണ്. അങ്ങനെ നമുക്ക് 3 6 9 തന്നെ കിട്ടണമെന്നില്ല. കറക്റ്റ് 3 കിട്ടണം അല്ലെങ്കിൽ 6 കിട്ടണമെന്നല്ല. നമുക്ക് 15 കിട്ടിയാൽ മതി. 15 കിട്ടിയാൽ 5 6ൻ്റെ നമ്പറാണ്. 18 കിട്ടിയാൽ 9ൻ്റെ നമ്പർ. 21 കിട്ടിയാൽ 3ൻ്റെ നമ്പർ. കണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 6 9 വീണ്ടും കണ്ട 3 2 1 3 അല്ല 6 9 വീണ്ടും 3 6 9 വീണ്ടും ഇവിടെ 3ആണ്. അവിടെ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ കൂട്ടാനില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ 30 3ആണ്. 33 പിന്നെ 33 6 6 3 9 പിന്നെ വീണ്ടും 12ആണിത്. ഇവിടെ മുകളിൽ 12 ആണെങ്കിലും ഇതൊരു 12ആണ്. 9 3 12 എന്ന് വെച്ചാൽ 3ൻ്റെ നമ്പറാണിത്. ഇവിടെ 42 42 6ൻ്റെ നമ്പറാണ്. 15 6ൻ്റെ നമ്പറാണ്. ഇങ്ങനെ 3 6 9കൾ ഈ കാണുന്ന രൂപത്തിലൊക്കെ 3 6 9 നമ്മുടെ നമ്പറുകളിൽ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ 5 4 9 അല്ലേ, ഇതൊരു 9ആണ്. 8 4 12 2 1 3ൻ്റെ നമ്പറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 3ൻ്റെ നമ്പറുകൾ ഇതിന് ഇത് 3 ഇത് 3ആണ്, ഇത് 3ആണ്, 7 5 12 3ആണ്, 10 2 12 ഇത് 3ആണ്. അല്ലെങ്കിൽ തിരിച്ച് 1 2 3 ഇങ്ങനെ 3ആണ്, 9 1 10 കണ്ട. ഇങ്ങനെയൊക്കെ എഴുതി തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി വരുമ്പോൾ 51 54 അതായത് 6 9 പിന്നെ വീണ്ടും 12 അതായത് 3 6 9 വീണ്ടും 12 അതായത് 3 ഇത് 15ആണ് കേട്ടോ. 9 15 അപ്പോൾ 6 9 അതായത് 9 വീണ്ടും 12 അതായത് 3 6 9 ഇങ്ങനെ 3 6 9 3 6 9 ഇങ്ങനെ 3 6 9 നമ്മൾ എഴുതി വരുമ്പോൾ ഏകദേശം 3 അക്കത്തിൽ നമുക്ക് ഒരുപാട് നമ്പറുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്പറുകൾ ഞാൻ ഏകദേശം എഴുതി വെച്ചിട്ടുള്ളത് കുറച്ച് 999 വരെ നമുക്ക് എഴുതിയിട്ടുള്ളൂ. ഞാൻ ഇതല്ലേ 999 വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് നിങ്ങൾക്കും സിമ്പിളായിട്ട് എഴുതാവുന്ന കേസുള്ളൂ. ഒരു നമ്പർ ഇങ്ങനെ എഴുതി 3 3 3 3 കൂട്ടി കൊണ്ടുവന്നാൽ മതി അവിടുന്ന്. അപ്പോൾ നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കുന്ന കേസുള്ളൂ. അധികം നമ്പറുകൾ ഉണ്ടാവില്ല. 999 വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. പിന്നെ അവിടെ നിങ്ങൾ 4 അക്കത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് നമ്പറുകൾ 4 അക്കത്തിലേക്ക് കൺഫ്യൂഷനാവും, എഴുതാനും പറ്റില്ല. അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ വിട്ടുപോയ കേസാണ്. കാരണം നമുക്ക് ഈ 3 നമ്പർ മാത്രം മതി. അങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ നമ്പറുകൾ കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളിലൊക്കെ ഇപ്പോൾ ഈ നമ്പറുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെയുള്ള നമ്പറുകളിലാണ് ഏറ്റവും കൂടുതൽ 1 അല്ലെങ്കിൽ 7 വരുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആയിരിക്കുള്ളൂ. അവിടെ 3നും പ്രസക്തിയില്ല, 9നും പ്രസക്തിയില്ല. എന്ന് വെച്ചാൽ അത് അടിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അടിച്ചു പോവും. എങ്കിലും അവിടെ 3ഉം 9ഉം വന്നാൽ ഈ നമ്പറുകളിൽ 3ഉം 9ഉം വന്നാൽ പ്രൈം നമ്പറേ ആയിരിക്കില്ല. അവിടെ 1 അല്ലെങ്കിൽ 7 വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആയിരിക്കുള്ളൂ. കാരണം ഈ നമ്പറൊക്കെ കൂട്ടി കിട്ടുമ്പോൾ ഇവിടെ 3 6 9ൻ്റെ നമ്പറാണ്. അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഞാനത് ഒരുപാട് ആപ്ലിക്കേഷനും അതും ഇതൊക്കെ കുത്തിത്തിരിച്ച് നോക്കിയിട്ട് ഞാൻ വേർതിരിച്ച്, അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് മനസ്സിലാക്കിയൊരു കാര്യമാണ്. 3ൻ്റെയും 6ൻ്റെയും 9ൻ്റെയും നമ്പറുകളിൽ ലാസ്റ്റ് 1ഉം 7ഉം മാത്രം വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആകുന്നുള്ളൂ. ഞാൻ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഞാൻ എഴുതി വെച്ച നമ്പറുകളാണ് ഇത്. മനസ്സിലായില്ലേ? 3 6 9ൻ്റെ പ്രൈം നമ്പറുകളാണിത്. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ 1061 പ്രൈം നമ്പർ ഉണ്ട്. അതിൽ ഏകദേശം ഒരു 248 249 നമ്പർ, അത്ര 248 നമ്പർ തന്നെയാണ് ഞാൻ എണ്ണിയപ്പോൾ നോക്കിയത്. അപ്പോൾ 248 നമ്പറിലും ഈ 3 അക്ക നമ്പറുകൾ കൂട്ടുമ്പോൾ 3 6 9ൻ്റെ നമ്പറാണ്. അതിൽ വന്നിട്ടുള്ള നമ്പറുകൾ മുഴുവനും 1 അല്ലെങ്കിൽ 7 1 അല്ലെങ്കിൽ 1 1 1 അല്ലെങ്കിൽ 7 1 1 അല്ലെങ്കിൽ 7 1 7 ഉണ്ടല്ലേ. ഇവിടെ എല്ലാ നമ്പറുകളിലും അതായത് ഏകദേശം ഒരു 248 നമ്പറുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒരു മാസത്തിൽ അടിച്ചു പോയ നമ്പറാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ അടിച്ചു പോയതാണ്. ഇത് ഇനി ഈ കാണുന്ന നമ്പറുകളൊന്നും എടുക്കരുതെന്നല്ല, അടിച്ചു തന്നെയാണ് പിന്നെ അടിക്കണത്. എങ്കിലും എന്താ പറയുക, ഇത് അടിച്ചു പോയതാണ്. അപ്പോൾ അടിക്കാത്ത നമ്പറുകൾ, അതായത് ഇപ്പോൾ ഇന്നലെ ഇടയ്ക്ക് ലാസ്റ്റ് അടിച്ചിട്ടുള്ള നമ്പർ അറിയാലോ, 64 54. അപ്പം ഈ ടിക്കറ്റുള്ളതൊക്കെ കറക്റ്റ് പ്രൈം നമ്പറുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ടിക്കറ്റില്ല എന്ന് നോക്കി നിങ്ങൾ. ഇത് ഈ 39 97 ഞാൻ ടിക്കറ്റിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 93 97 പ്രൈം നമ്പർ, 39 ആയി എന്നുള്ളൂ. അപ്പോൾ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ 21 തന്നെയാണ്. 3ൻ്റെ നമ്പറിൽ തന്നെയാണ് ലാസ്റ്റ് 7 വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഓക്കെ,
അപ്പോൾ 1ഉം 7ഉം വന്നു കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആകുന്ന നമ്പറുകൾ 3, 6, 9 നമ്പർ മാത്രമാണ്. അതിൽ മാത്രമാണ് 1ഉം 7ഉം വന്നാൽ പ്രൈം നമ്പർ ആവുള്ളൂ. മറ്റുള്ള നമ്പറുകളിൽ 1ഉം 7ഉം വന്നാൽ പ്രൈം നമ്പർ ആവും. പക്ഷേ അങ്ങനെയല്ല, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. 3, 6, 9 നമ്പറുകൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരാം. ഏകദേശം ഒരു 250 നമ്പറുള്ളൂ, 250 നമ്പർ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമ്പറുകൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും. ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് 1 അല്ലെങ്കിൽ 7 എടുക്കുക. ഓക്കെ, അതായിരിക്കും പ്രൈം നമ്പർ. 3നും 6നും 9ഒക്കെ ലാസ്റ്റ് അടിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പ്രൈം നമ്പർ അതായിരിക്കും. ഇങ്ങനെയുള്ള നമ്പറുകളിൽ 1 അല്ലെങ്കിൽ 7 വന്നാൽ മാത്രമേ പ്രൈം നമ്പർ ആവുള്ളൂ. വേറെ 3, 9 വന്നാൽ പ്രൈം നമ്പർ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ വന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 3, 6, 9 നമ്പറുകളാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നമ്പറുകളൊക്കെ ഇപ്പോൾ അടിച്ചെന്ന് വിചാരിക്കും, ഒരു ബ്ലോക്കിൽ അടിച്ചു. അതിലിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ചെറിയൊരു ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഏകദേശം 2 കൊല്ലത്തെ റിസൾട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് നോക്കാം. നമുക്ക് അടിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു ഉദാഹരണം കാണിച്ചു തരാം. കാരണം ഈ ട്രിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കൊല്ലം ബാക്കോട്ട് പോയിട്ട് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ എത്ര കൊല്ലം ബാക്കോട്ട് പോയിട്ടുണ്ടെന്ന് അറിയില്ല. 7/5/2023 ഏകദേശം കറക്റ്റ് 1 കൊല്ലം ബാക്കോട്ട് പോയിട്ടുണ്ട്. ഒരു അടക്ക റിസൾട്ട് നമ്മൾ മാറ്റി വെച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ 3, 6, 9 നമ്പറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. കാരണം ഇന്നത്തെ റിസൾട്ടിൽ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആവില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് നോക്കി നോക്കാം. ഇത് എത്രയാണ്? 4 4 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 4 4 4 ആണ്. അപ്പോൾ 8 4 12ൻ്റെ നമ്പറാണത്. 12 എന്ന് പറയുമ്പോൾ 3ൻ്റെ നമ്പറാണത്. ഓക്കെ, ഇവിടെ 12, ഇത് 3ൻ്റെ നമ്പറാണ്. അപ്പോൾ ഇവിടെ 44 44 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എഴുതി വെച്ചതിൽ 4 4 ഉണ്ടാവും എന്തായാലും. ഇതേ ഓക്കെ, 1 കൊല്ലം റിസൾട്ട്, 1 കൊല്ലത്തെ ഏകദേശം 1 കൊല്ലത്തെ റിസൾട്ട് ഞാൻ എടുത്ത് നമ്മൾ ചീട്ട് മാജിക്കൊക്കെ കാണിക്കുന്നത് പോലെ അത്രയും പൊക്കിയിട്ടേ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് 3 4 അടിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ള ബ്ലോക്ക് കിട്ടുക. അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 44 44 അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 5നാണ് സാധ്യത. ഈ 5 കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ ഇട്ടാൽ മതി. എവിടെ ഇടണം? 5 കൊണ്ടുപോയി ഇവിടെ ഇടുക. 54 47. മനസ്സിലായില്ലേ? കാരണം ഇത് ഈ ബ്ലോക്ക് അടിച്ചു പോയി. നെക്സ്റ്റ് ബ്ലോക്ക് അടിക്കാൻ സാധ്യതകൾ ഇതാണ്. പക്ഷേ ഇവിടെ 44 44 അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലടിച്ചിട്ടുള്ള നമ്പർ ഒരു നമ്പർ കയറ്റി അവിടെ 5 വേണ്ടത്. അപ്പോൾ ആ 5 ഈ നമ്പറിൻ്റെ ഇവിടെ 54, അതായത് 447 ഇനി വരാൻ സാധ്യത. അപ്പോൾ 54 47. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ നെക്സ്റ്റ് നമ്പർ വരുന്നത് 5 സാധ്യത. ആ 5 കൊണ്ടുപോയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള നമ്പറിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാൽ മതി 5. അപ്പോൾ 54 47. അപ്പോൾ ഈ 54 47 ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെയും തിരിക്കാം. ഇത്ര മാത്രം തിരിച്ചാൽ മതി. കണ്ട, ഈ നമ്പർ ഇങ്ങനെ 45 47 ആയിട്ടും നമുക്ക് നോക്കാം. ഈ നമ്പർ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കാരണം 1 കൊല്ലത്തെ റിസൾട്ട് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഇനി ഇത് മറച്ചിട്ടിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് തന്നെ നോക്കി വരണം. ഇതിൻ്റെ അടിഭാഗം നമ്മൾ നോക്കി നമ്പർ എത്രയാണ്? 45 47 അല്ലെങ്കിൽ 54 47. ഈ ബ്ലോക്ക് അതിൻ്റെ പിറ്റേ ദിവസം അടിച്ചിട്ടുണ്ടോ നോക്കാം. 8-ാം തീയതിയിൽ 54 47 ബ്ലോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഏകദേശം വർക്കാവുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ പേന എവിടെയാണ്? അല്ലേ, പിറ്റേ ദിവസം വന്നിട്ടുള്ള കറക്റ്റ് ആ ബ്ലോക്ക് 54 47 നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പിറ്റേ ദിവസം 1 കൊല്ലം ബാക്കൗട്ട് ആയാലും ആ സാധനം വർക്കൗട്ട് തന്നെയാണ്. 54 45 അടിച്ചിട്ടുള്ളത്. അതെൻ്റെ കുഴപ്പമില്ല, ഒരു നമ്പർ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, ഓരോ നമ്പർ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ കറക്റ്റ്, അതായത് പിറ്റേ ദിവസത്തേക്ക് ചാൻസ് നോക്കാം. എന്താണ് വഴി നമ്മൾ പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ അടിക്കുന്നത് ഒരാഴ്ചയും 2 ആഴ്ചയും കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അടിക്കുന്നുണ്ട്. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഡയറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. ഇങ്ങനെ പിറ്റേ ദിവസം തന്നെ കിട്ടുന്ന നമ്പറുകളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു നമ്പർ മാറി അടിക്കുകയും ചെയ്യും. അപ്പോൾ 54 45 അവിടെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ 45 47 അതുണ്ടോ എന്ന് നോക്കട്ടെ. 45 47 അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് നോക്കാം. ജസ്റ്റ് 54 47 ഉണ്ടോ വേഗം എടുക്കണം. എങ്ങനെയുണ്ട്? 45 54 നമ്മളങ്ങനെ 54 47 പറഞ്ഞാൽ, അല്ലെങ്കിൽ 45 47 ഇതേ എടുക്കണം. അതന്നെ 54 47 ഒന്ന് തിരിഞ്ഞു എന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമ്പർ അത് തന്നെയാണ്. അപ്പോൾ ആ സംഭവം വർക്കാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലത്തെ റിസൾട്ട് എടുത്ത് മറച്ചിട്ടിട്ട് തിരിച്ചിട്ടാണ് ഞാൻ. കാരണം ഇന്നത്തെ റിസൾട്ടോ ഇന്നത്തെ റിസൾട്ടോ എടുത്തിട്ടല്ല നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തന്നത്.
ഒരു 2 കൊല്ലത്തെ റിസൾട്ടിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, ഇവിടെ നോക്കി നോക്കാം നമുക്ക്. എങ്കിലും ഒരാഴ്ചയെങ്കിലും ഇത് ഡയറക്റ്റായിട്ട് സംഗതി ആ നമ്പർ അടിച്ചെങ്കിലും കറക്റ്റായിട്ട് 54 44 അടിച്ചിട്ടുണ്ടോ നോക്കാം നമുക്ക്. ഒരാഴ്ചയെങ്കിലും ഇടപെട്ട് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ 369ൻ്റെ മെത്തേഡിൽ നമുക്ക് അങ്ങനൊരു ഇത് നോക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കറക്റ്റായിട്ട് ആ ബ്ലോക്ക് അടി വരുന്നുണ്ട്. 54 47 54 ഇല്ല, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടിച്ച കാരണമായി വീണ്ടും കൊണ്ടും വരെയിരിക്കും. നോക്കാം നമുക്ക്. ഒരാഴ്ച വരെ നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 54 ഒരാഴ്ച ആയ 54 ഒരാഴ്ചയായി തോന്നുന്നുണ്ട്. അക്ഷയ ഒരാഴ്ചയായി. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ നമ്പർ പക്കയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ 54 45 അതിലടിച്ചിട്ടുണ്ട്. ആ നമ്പർ തന്നെ ഒന്ന് 54 47 54 74 അടിച്ചത് മാത്രം സാറില്ല. എങ്കിലും അങ്ങനെ അടിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്കിനിപ്പോൾ ഇത് അവിടെ നിന്ന് വെച്ചെന്നുള്ള പരാതി വേണ്ട, അവിടെ കൊണ്ടുപോയി കാണിച്ചെന്നുള്ള ഇതിനെ തിരിച്ച് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു കൊല്ലത്തേക്കൊന്നും പോകണ്ട. നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ഇവിടെ നിന്ന് എടുത്ത് നോക്കി നോക്കാം. കുറച്ച് എന്നാലും നമുക്കൊന്നുകൂടി ജസ്റ്റ് സിമ്പിളായിട്ട് നോക്കാമല്ലോ. നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഇത്രയും ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇതാണ്. നമുക്ക് ഒരു ഇത് നോക്കാം. നമുക്ക് 45 94 അതായത് 9 9 18 8 9ൻ്റെ നമ്പറാണത്. ഓക്കെ, 45 94 അടിച്ചിട്ടുണ്ട്. ഇതിലെന്തായാലും 45 90 ബ്ലോക്ക് ഉണ്ടാവും. ഇതേ എടുക്കണം അല്ലേ? 45 94 അടിച്ചിട്ടുള്ളത്. ഇവിടെ 45 90 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് 45 94 ആണെങ്കിൽ ഇവിടെ 5 തന്നെയാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് 5 സാധ്യത. അപ്പോൾ 45 94 അപ്പോൾ ഇവിടെ 5 കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടാൽ മതി. 54 62. ഓക്കെ, 54 62 നമുക്ക് അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിറ്റേ ദിവസം അടിച്ച് നോക്കാം. 54 62 54 എന്തായാലും ഇത് വരുന്നുണ്ട് ഒരുപാട്. 54 62 ആ ബ്ലോക്ക് വന്നതാണ്. ചീറ്റി പോയാ? ചീറ്റി പോയില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ അടിക്കാം. 54 62 ആയില്ലെങ്കിൽ 45 60 അതുണ്ട. ഇതേ എടുക്കണം മതി കണ്ടല്ലേ. 54 60 അല്ലെങ്കിൽ 45 60 അത്രേ. അതൊന്നും തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതെ, അങ്ങനെ അതിൽ അടിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത്ര മാത്രം തിരിച്ചാൽ മതി. ഒരു നമ്പർ 24 ബ്ലോക്ക് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊന്നും പോകരുത് ഒരിക്കലും. ഓക്കെ, 45 60 ആയാലും അല്ലെങ്കിൽ 54 60 ഇത്രയേ വേണ്ടോ. നമുക്ക് നോക്കി നോക്കാം. ഒരു ദിവസം 45 60 അടിച്ചു. 54 62 54 62 അല്ലെങ്കിൽ 45 62 54 62 45 അതിൻ്റെ പിറ്റേ ദിവസം കറക്റ്റായിട്ട് അടി വരുന്നുണ്ട്. പക്ഷെ പിന്നീട് അവിടെ നമ്മൾ നോക്കുമ്പോൾ വരുന്നില്ല. അപ്പോൾ നമുക്കത് നോക്കണ്ട, നമുക്ക് അടുത്തത് നോക്കിയോക്കാം. സംഗതി ഇത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ വരുന്നുണ്ട്. പക്ഷെ ഒരാഴ്ചയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നോക്കിയിരുന്നാൽ ചിലപ്പോൾ വരുമായിരിക്കും. നമുക്ക് വേണ്ടത് അതിൻ്റെ പിറ്റേ ദിവസം കിട്ടണമല്ലോ ആ ബ്ലോക്ക്, അതാണല്ലോ വേണ്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 54 62 ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ അധികം കുസ്തി പിടിക്കണ്ട. നമുക്ക് വേഗം അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് അടുത്തൊരു നമ്പറും കൂടി നോക്കാം. അപ്പോൾ പിന്നെ പരിപാടി മനസ്സിലാവില്ല. വേഗം ഒരെണ്ണം കൂടി നമുക്ക് നോക്കിത്തരാം. അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ പിറ്റേ ദിവസം തന്നെ ആ ബ്ലോക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് വേറെ ഒരെണ്ണം നോക്കാം. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കാം. 9 10 14 10 9ൻ്റെ നമ്പറുകൾ 8 4 12 6 4 10 18 ഉണ്ടല്ലേ. 6 4 10 18 അതായത് ഇതൊരു 9ൻ്റെ നമ്പറാണ്. അപ്പോൾ ഇതിലടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അടിച്ചിട്ടുള്ളത് എത്ര? 8 അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക്
നോക്കിയൊക്കെ 8648 8640 ബ്ലോക്ക് എഴുതി വെച്ചാൽ 86 8640 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ 8648 അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 9 ചാൻസ്. ആ 9 കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ 9867 ജസ്റ്റ് ഒന്ന് നോക്കി നോക്കല. 9867 ചിലപ്പോൾ അന്ന് തന്നെ അടിച്ചിട്ടുണ്ടെങ്കിലേ ഈ പറഞ്ഞതുപോലെ നമ്മളെ മൂഞ്ചി പോവും. നമുക്ക് നോക്കാം. അന്ന് തന്നെ അടിച്ചില്ല. 9867 നോക്കി നോക്കാം നമുക്ക്. അല്ലെങ്കിൽ 9867 അല്ലെങ്കിൽ 8967 അത്രേ വേണ്ടു. 9867 98ഇല്ല 9768 സാരില്ല. നമുക്ക് 89 ഉണ്ടോ നോക്കാം. 89 ഒരു ദിവസം കഴിഞ്ഞ് 9867 ദൈവം നൽകും. 9876 നമുക്ക് 89 ആ നമ്പർ തന്നെയാണത്. 6897 തിരിച്ച് മറിച്ചൊന്നും നമുക്ക് നോക്കണ്ട. നമുക്ക് ഒറ്റ നമ്പർ നോക്കിയാൽ മതി. ഇങ്ങനെ ഏകദേശം വരുന്നുണ്ടോ ഇല്ലെന്ന് മാത്രം. 9867 ഈ അടുത്തൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ വന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാമെന്നുള്ളത്. 9867 അല്ലെങ്കിൽ 89 എന്തായാലും വീട്ടിൽ ഞാൻ നോക്കണമല്ലോ. 9867 അല്ലെങ്കിൽ 89 98 47 45 വന്നെടുക്കുന്നുണ്ട്. 9867 കിടക്കണം. 9866 9869 കറക്റ്റ് ഒരാഴ്ച ചെയ്യുന്നുണ്ട്. 50-50 കറക്റ്റ്. 86 അടിച്ചത് 50-50യിലാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ആ ബ്ലോക്ക് വന്നിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, വന്നല്ലോ. അല്ലെങ്കിൽ മൂഞ്ചി പോയാലോ. 9866 9869 അപ്പോൾ നമുക്ക് 67 നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ 9867 നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഇതേ കിടക്കുന്നത് 9868 എങ്ങനെയുണ്ട്. പിന്നെ ആ ബ്ലോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേണ്ട, നമ്മൾ വിചാരിച്ച നമ്പർ അങ്ങനെ വന്നു, കറക്റ്റായിട്ട് ആ ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഏകദേശം 10-27 മിനിറ്റായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 369 നമ്പർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെയൊക്കെ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് അത് 5000 കയറി അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നോക്കി വെച്ച നമ്പർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പറയാം അത് ഞാൻ നോക്കി വെച്ചിട്ടില്ല എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ആയത്. എങ്കിലും കുഴപ്പമില്ല, വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ റിസൾട്ട് എടുത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് 369 നമ്പറുകൾ. ഈ നമ്പറുകൾ ഇതാ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. അല്ലാത്തവർ എൻ്റെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് അയച്ചു തരാം. 369 നമ്പറുകൾ. ഈ നമ്പറുകളൊക്കെ എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം ഇതുപോലെ നോക്കുക. മനസ്സിലായില്ലേ. ഇപ്പോൾ 7980 ബ്ലോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ 7981 അടിച്ചെന്ന് വിചാരിക്കുക. 7981 അടിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്തത് 2 സാധ്യത. അപ്പോൾ ആ 2 കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാൽ മതി. 28.0 ബ്ലോക്ക് 28.01. പിന്നെ എപ്പോഴും ഒരു നമ്പർ മാറിയിട്ട് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഐഡിയ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ വേറെ ആയിരിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ നമ്പറുകൾ ഈ പറഞ്ഞ പോലെ 369 നമ്പറുകളിൽ മിക്കപ്പോഴും 1 അല്ലെങ്കിൽ 7 വരുള്ളൂ. കണ്ടില്ലേ, 36 31. ഇതൊരു 36 31 ഒരു പ്രൈം നമ്പറാണ്. ഞാൻ 5000 കേസ് മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ ആ കാണിച്ചു തന്നത്. പക്ഷേ അതിന് താഴെ ഒരുപാട് നമ്പറുകൾ അടിച്ച് പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചു തന്നില്ല. 36 31 കണ്ടില്ലേ, 36 31. ഇവിടെ 1 അല്ലെങ്കിൽ 7 മാത്രമേ വരുള്ളൂ. അങ്ങനെ വന്നാലേ ഇതൊരു പ്രൈം നമ്പർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ പ്രൈം നമ്പർ ആകുന്ന രീതിയിലുള്ള നമ്പറാണ് 369 നമ്പറുകൾ. അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്തെന്ന് പറയുക, ഈ നമ്പർ കൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട്. എന്താ സംഭവം, 147 258 3690. ഈ നമ്പറുകൾ കൊണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് എടുത്ത് ഇങ്ങനെ നോക്കണം, അതാണ് പ്രശ്നം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെന്ന് പറയുക, നമ്മൾ നോക്കിയല്ലോ 8648 എന്നുള്ളത്, അതിലെല്ലാം കാണിച്ചു തരാം. അത് കഴിഞ്ഞ് 50-50 അതാകുമ്പോൾ വേഗം മനസ്സിലാവും.
സമയം പോയി എങ്കിലും കുഴപ്പമില്ല. അതും ഒരു ഐഡിയ ആണ്. ആ ഐഡിയയും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോ. 8648 എന്നാണ് ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അടുത്തൊരു ഈ നമ്പറുകൾ കൊണ്ട് വേറെ ഒരു ഇതും കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 8648 അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുന്നേ അടിച്ചിട്ടുള്ള നമ്പർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8648 8ന് മുന്നേ 5 അല്ലെങ്കിൽ 2 കേട്ടോ. അപ്പോൾ ആ നമ്പറുകൾ വെച്ചിട്ട് ഞാനിത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് 8648 മുന്നേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്പർ ഇങ്ങനെ ചില നമ്പറുകൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്പറുകളൊന്ന് കൂട്ടി നോക്കുക. അതായത് ഏതെങ്കിലും ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് 369 നമ്പർ വരിക എന്ന് വിചാരിക്കുക. കണ്ടില്ലേ, ഈ ഭാഗത്ത് 6 4 10 18 18 എന്ന് പറയുമ്പോൾ 8 1 9 നമ്പറാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഈ തലക്കിലുള്ള 3 നമ്പറുകൾ കൂട്ടുമ്പോൾ 369 നമ്പർ വരികയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തെ നമ്പറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. ഈ ഭാഗത്തെ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഈ ഭാഗത്ത് എന്തായാലും 648 ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഭാഗത്ത് 8 കഴിഞ്ഞാൽ 5 8 കഴിഞ്ഞാൽ, അതായത് ഇതിന് മുന്നേ അടിച്ച് പോയ നമ്പർ കേട്ടോ. ഇതിപ്പോൾ 8ലാണ് അവസാനിച്ചല്ലോ. അപ്പോൾ ഇതിന് മുന്നേ 5648 അടിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. 5648 കറക്റ്റായിട്ട് അടിച്ച് പോയിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ 2648 അടിച്ച് പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നോക്കി നിങ്ങൾ 2 5 8 8 2 10 15 6ൻ്റെ നമ്പർ. അതായത് ഈ 3 6 9ൻ്റെ നമ്പറുകൾ ഈ ഭാഗത്ത് നമുക്ക് ഏതാണ്, ഇപ്പോൾ ഈ ഭാഗത്തിന് ഇപ്പോൾ 1 ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ 1648 അടിച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. 1648 വിചാരിക്കുക. അടുത്തത് 1 കഴിഞ്ഞാൽ അടുത്തത് നെക്സ്റ്റ് എന്തായാലും 4 വരുള്ളൂ. അത് കഴിഞ്ഞാൽ 7 വരുള്ളൂ. അതാണ് 1 4 7. മനസ്സിലായി? അപ്പോൾ ആ നമ്പറുകൾ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അടുത്തത് 46 48 അതുപോലെ 76 48 കണ്ടില്ലേ, ഇങ്ങനെ 1 4 7 ഈ ഭാഗത്തെ നമ്പറുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് 3 6 9ൻ്റെ നമ്പറുകളാണെങ്കിൽ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. 3 6 9ൻ്റെ നമ്പറുകൾ ഈ ഭാഗത്ത്, ഇപ്പോൾ ഉദാഹരണം നമ്മളത് ഇതല്ലേ 24 71. സമയം ഒരുപാട് പോയി എങ്കിലും കുഴപ്പമില്ല. 24 71 ഈ ഭാഗത്തെ നമ്പർ നമുക്ക് നോക്കിയേക്കാം. ഇത് നോക്കിയേ, 7 1 8 4 12 12 എന്ന് പറയുമ്പോൾ 2 1 3ൻ്റെ നമ്പറാണ്. 3ൻ്റെ നമ്പറല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേഞ്ച് ചെയ്യാം. എങ്ങനെ ചേഞ്ച് ചെയ്യാം? 2 കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ 5 വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇവിടെ 8 വരുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ 54 71 അതുപോലെ 84 71. മനസ്സിലല്ലേ? ഇങ്ങനെ ഈ നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചോന്നാണ് ഞാൻ പറയണത്. മറ്റേത് പറഞ്ഞതുപോലെ പിറ്റേ ദിവസം തന്നെ അടിക്കണമെന്നല്ല ഞാൻ പറയണത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 24 71 വന്നതിന് ശേഷം 54 71 84 71 വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കാരണം പെട്ടെന്നൊരു ഉദാഹരണം കാണിച്ചു തന്നല്ലേ, നമുക്ക് നോക്കി നോക്കാം. 54 71 84 71 84 54 84 54 0 1 എന്തായാലും 71 ആവും. 54 84 54 54 84 54. അതാണ് ഞാൻ പറഞ്ഞത്. നാളെ ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, ചില നമ്പറുകൾ ഡയറക്റ്റായിട്ട് കറക്റ്റായിട്ട് അടി വരും. അത് ഇങ്ങനത്തെ നമ്പറുകളാണ്. പക്ഷേ അത് അടിക്കുന്നത് ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും. ഒരാഴ്ച കഴിയാം, 10 ദിവസം കഴിയാം. അങ്ങനെയൊക്കെ സംഗതി കറക്റ്റായിട്ട് ആ നമ്പർ അടിച്ചിരിക്കും. അടിക്കാതെ പിടിക്കാൻ പോവില്ല. അത് നോട്ട് ചെയ്ത് വയ്ക്കണം, അത്രയേ ഉള്ളൂ. അത്ര 54 84 84 70 വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, 84 70 വന്ന് നിൽക്കുന്നുണ്ട്. 84 71 നമ്മൾ പറഞ്ഞത് വരും. അതുപോലെ 54 0 1 നിൽക്കുന്നുണ്ട്. അവസാനം 54 71 വരും. എന്തായാലും വരും, വരാണ്ടിരിക്കില്ല. കാരണം ഞാൻ നോട്ട് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. 84 71 50 ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അത് ഒരാഴ്ചയായിട്ട് എൻ്റെ കണ്ണിൽ കണ്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെ കണ്ണിൽ കാണുകയാണെങ്കിൽ നോക്കുക. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും വരും. വരുന്നത് ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ടാണ് വരുന്നത്. പക്ഷെ ഒന്ന് വൈകിയാണ് അടിക്കുന്നത് മാത്രം. 34 71 ഇത് അതുപോലത്തെ ഒരു സംഭവം. 34 71 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 64 71 94 71 ഇങ്ങനെയാണ് വരിക. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ 54 54 54 84
അപ്പോൾ എന്തായാലും വരും, നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള നമ്പറുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ അങ്ങനെ അടിച്ച് പോയതാണ്. അങ്ങനെ അടിച്ച് പോയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഇതും കൂടി ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എങ്കിലും 5471 8471 അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെ അത് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1954 തൊട്ട് നോക്കി വെച്ചതാണ് ഇതേപോലെ. അപ്പോൾ 49 54 79 54 അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് 26 48 56 48 86 48 അടിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതും വരണമല്ലോ. പക്ഷെ നിങ്ങൾക്ക് കാണിച്ച് തരുമ്പോൾ മാത്രം കാണുന്നില്ല. 54 ഇല്ല, വരും, കാത്തിരിക്കാം നമുക്ക്. എന്തായാലും ഒരുപാട് ഐഡിയകൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് നമ്പറുകൾ കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടുന്ന നമ്പറുകളൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് കാണുമ്പോൾ ഈ നമ്പർ വന്നിട്ടില്ല, അപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടി നമുക്ക് വേണമെങ്കിൽ 54 71 84 71 എടുത്ത് പരീക്ഷിക്കാം. അതാണ് ലോട്ടറി. ഓക്കെ, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1954 വന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ സാധനം ഇതുപോലെ 49 54 അടിച്ചതാണ്. അതുപോലെ 79 54 അടിച്ചു. അതേപോലെ ഈ നമ്പറും അടിച്ചു പോയി. അതാണ് 86 48 ഞാൻ കണ്ടത്. അതിന് മുന്നേ ബാക്കിലേക്ക് പോകുമ്പോൾ 56 48 നിങ്ങൾക്ക് കാണാൻ പറ്റും. 26 48 അടിച്ചു പോയിട്ടുള്ള നമ്പറാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഈ 3 നമ്പറുകൾ കൊണ്ട് ഉണ്ട്. ഓക്കെ, ഈ അറ്റത്താണ് 369 നമ്പറുകൾ വരുന്നതെങ്കിൽ ഈ സൈഡിലുള്ള നമ്പറുകൾ ഇങ്ങനെ 147 മാറ്റാം, 25 ഇത് മാറ്റാം. അതുപോലെ ഇവിടെ വരുമ്പോൾ 3 ഈ ഭാഗത്താണ് ഇങ്ങനത്തെ 369 നമ്പറുകൾ ഇങ്ങനെ വരുന്നതെങ്കിൽ ഈ ഭാഗത്ത് 3 ആണെങ്കിൽ നെക്സ്റ്റ് ഇതുപോലെ 6 ആക്കാം. 64 71 94 71. ഓക്കെ, ഇതിന് മുന്നേ ചിലപ്പോൾ 04 71 അടിച്ച് പോയിട്ടുണ്ടാവും. 04 71 മുന്നേ അടിച്ച് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ 34 71 വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നോക്കാൻ നിന്ന് നേരം വൈകും. പക്ഷേ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പറുകൾ ഒരുപാട് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന നമ്പറുകളിൽ ഇപ്പം നമ്മൾ ഇപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണില്ല ഇത്രയും നമ്പർ കിട്ടി. അപ്പോൾ ജസ്റ്റ് നമ്പറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്പറുകളൊക്കെ കണ്ടാൽ മാത്രം എടുത്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെറുതെ വലിച്ച് വാരി എടുക്കരുത്, നോക്കി ടിക്കറ്റ് എടുക്കുക. അധികം ടിക്കറ്റ് എടുത്ത് കാശ് ചിലവാക്കരുത്. ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 369 നമ്പറുകളാണത്. 369 നമ്പറുകൾ കൂട്ടി കിട്ടുന്ന നമ്പറുകൾ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നല്ലെങ്കിൽ 7 വന്നാൽ മാത്രമേ അത് പ്രൈം നമ്പർ ആയിരിക്കുള്ളൂ. ഇവിടെ 3 വന്നാലും 9 വന്നാലും പ്രൈം നമ്പർ അല്ല. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 അടിക്കാം, അത് അടിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ല, ഇത് 18ൻ്റെ നമ്പറാണ്, അതിൽ 3 അടിച്ചു. പക്ഷേ അടിക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പ്രൈം നമ്പർ ആകണമെങ്കിൽ അവിടെ 1 അല്ലെങ്കിൽ 7 വരണം. ഓക്കെ, അത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ ബ്ലോക്കുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പ്രൈം നമ്പറുകൾ നോട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ മറ്റേ ഐഡിയകളൊക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ പറയാനുള്ളത് ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, ജസ്റ്റ് വേണമെങ്കിൽ അതും കൂടി പറഞ്ഞുതരാം. അതും കൂടി പറഞ്ഞുതരാം. അതായത് 1747 അടിച്ചു പോയിട്ടുണ്ട്. 1747 അടിച്ചതിന് ശേഷം നമുക്കിതിൽ 369ൻ്റെ നമ്പറുകളിൽ നെക്സ്റ്റ് നമ്പർ 1 വരുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ ചെറുതായിട്ടൊക്കെ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1747 അടിച്ചു, ലാസ്റ്റ് 1 വരിക. പക്ഷേ അത് ഏത് നമ്പറിലാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. 1747, അപ്പോൾ 7 1 8 4 12ൻ്റെ നമ്പറാണ്. ഓക്കെ, അതായത് ഇതൊരു 12ആണ്. 12 കഴിഞ്ഞാൽ 13 14 15ൻ്റെ നമ്പറിലാണ് 1 അടിക്കുക. 15ൻ്റെ നമ്പറിൽ, അതായത് 3 നമ്പർ കൂട്ടുമ്പോൾ 15 കിട്ടണം. ആ നമ്പറിലാണ് പിന്നെ 1 അടിച്ചിട്ടുള്ളത്. കറക്റ്റായിട്ട് ഈ ഇതിന് ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്. 33 91 5000 അടിച്ചു പോയി. ഈ 3 നമ്പറും കൂട്ടുമ്പോൾ 15ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടിച്ചു പോയിട്ടുണ്ട്. അതും എങ്ങനെ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 4 12 3ൻ്റെ നമ്പറാണ്. 3ൽ തുടങ്ങുന്ന 15ൻ്റെ നമ്പർ കണ്ട, 3ൽ തുടങ്ങുന്ന 15ൻ്റെ നമ്പറിൽ 1 വരുന്ന രീതിയിലാണ് അടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അടിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇത് ഇത്രയാണ് 15. നെക്സ്റ്റ് 18, അതായത് 9ൽ തുടങ്ങുന്ന നമ്പറിൽ 7 വരണം. 9ൽ തുടങ്ങുന്ന നമ്പറിൽ 7 വരണം, അല്ലെങ്കിൽ 1 വരണം. അങ്ങനെ നോക്കിയപ്പോൾ 1000ലും അതായത് 2000 വരെയൊക്കെ ഏകദേശം ഞാൻ 5000 എഴുതി വെച്ചിട്ടുള്ളത്. അതിലൊക്കെ ഏകദേശം 9ൽ തുടങ്ങുന്ന നമ്പർ 91 21 അടിച്ചു പോയി അല്ലേ. 91 21 അടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ 9ൽ തുടങ്ങുന്ന നമ്പറിൽ തന്നെ 7 വരും. ഇപ്പോൾ 12 97 അല്ലെങ്കിൽ ഈ നമ്പറിൽ തന്നെയാണ് ലാസ്റ്റ് 91 21 91 27 അടിച്ചു പോയി. ഞാൻ 2000 താഴെ എഴുതി വെച്ചിട്ടില്ല, അങ്ങനെ അടിച്ചു പോയി. ഇനി അത് കഴിഞ്ഞാൽ ഈ സാധനം ഇനിയിപ്പോൾ 9 1 10 12 12 എന്ന് പറയുമ്പോൾ അടുത്തത് 12 അങ്ങനെ അടിച്ചു പോയിട്ടുണ്ട്. ഇതെത്രയാണ് നമ്മൾ പറഞ്ഞു 15. 18ൽ നെക്സ്റ്റ് 6ൽ തുടങ്ങുന്ന നമ്പർ, 6ൽ തുടങ്ങുന്ന നമ്പറായിരിക്കും. ഇത് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 6ൽ തുടങ്ങുന്ന നമ്പറിൽ 7 വരും. അതാണ് 64 57.
മനസ്സിലായില്ലേ? ഇത് അടിച്ചതിന് ശേഷം 64 അടിച്ചിട്ടുണ്ടായിരുന്നു. അതും 15 കഴിഞ്ഞാൽ 18. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 21 വരിക. 18, 19, 20, 21. അതായത് 9 തുടങ്ങുന്ന നമ്പറിൽ ലാസ്റ്റ് 1 അല്ലെങ്കിൽ 7 വരും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 91, 21 അടിച്ചത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 21 എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത് 24ആണ്. മനസ്സിലായി? അതായത് 3 നമ്പറും കൂടി കൂട്ടുമ്പോൾ 24, 21. അത് 39, 97 എന്നൊക്കെ പറയുമ്പോൾ 21 അല്ലേ? 3 നമ്പർ കൂട്ടുമ്പോൾ 21. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. നിങ്ങൾക്ക് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം എന്തിട്ട് തേങ്ങ ഇപ്പം പറയണമെന്ന് പറയും ലാസ്റ്റ് നിങ്ങൾ. അത് നിങ്ങൾക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തണം. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം 40 മിനിറ്റോളായി. എന്തെങ്കിലും ഏകദേശം മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.